മാർക്കോ എന്ന സിനിമ ഒരു ബെഞ്ച് മാർക്കാണ് മലയാള സിനിമയുടെ. കാരണം ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ അതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ്. ഇതിനകത്ത് ഏറ്റവും ഉണ്ണി മുകുന്ദനെക്കാട്ടി കൂടുതൽ പോപ്പുലർ ആയത് ഇതിന്റെ നിർമ്മാതാവാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിലുള്ള ഷെരീഫ് മുഹമ്മദ്. ഇദ്ദേഹത്തിന്റെ ഓരോ പ്രൊജക്റ്റും പ്രഖ്യാപിക്കുന്നത് നോക്കി മലയാളി പ്രേക്ഷകർ ഇരിക്കുന്ന സമയമായി തുടങ്ങി. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയായിട്ടുള്ള പ്രൊജക്റ്റ്, ഇനി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീര പ്രൊജക്റ്റായിട്ട് വരാൻ പോകുന്നത് കാട്ടാളനാണ്. കാട്ടാളൻ ഇദ്ദേഹം ഗംഭീര ബിഗ് ബഡ്ജറ്റിലാണ് ഇദ്ദേഹം ഒരുക്കുന്നത്. വലിയ ടെക്നീഷ്യൻസുമാരെ കൊണ്ടുവരും. ഈ പറഞ്ഞ പോലെ കഥയും സംഭവങ്ങളും. ഇത് നവാഗതനായിട്ടുള്ള ഡയറക്ടറുമാണ് പോൾ ജോർജ്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് എ സർട്ടിഫിക്കറ്റാണ്. എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ 5 ഗംഭീര ആക്ഷൻ സീക്വൻസ് ഉണ്ട്. മറ്റേ മാർക്കോയുടെ പോയിട്ട് രക്തം ചെയ്തെന്നൊന്നും വെച്ചായിരിക്കത്തില്ല, ആക്ഷൻ സീക്വൻസ് വെച്ചിട്ടേ ഉള്ളൂ. മാർക്കോയുടെ അത്രയും പകുതി പോലും അല്ലെങ്കിൽ 10-1 പോലും വയലൻസ് ഉള്ളത് ഇത്ര ഒന്നുമല്ല കാട്ടാളൻ. പക്ഷേ കാടിൻ്റെ വന്യതയിൽ ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന 5 ഗംഭീര ആക്ഷൻ സീക്വൻസുകളും പാട്ടും ആന്റണി പെപ്പയുടെയൊക്കെ എനിക്കൊന്നും ഒരു രക്ഷയില്ലാത്ത, അദ്ദേഹത്തിന് നല്ല പരിക്കൊക്കെ ഏറ്റ സിനിമയാണ്. നല്ലപോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ആന്റണി പെപ്പ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളുമാണ് ആന്റണി പെപ്പെ. പിന്നെ സിദ്ദിഖ് ആയാലും ജഗദീഷ് ആയാലും നമ്മുടെ തെലുങ്ക് സുനിലായാലും നമ്മുടെ കബീർ സിംഗിനെ താരനിരകൾ ഉള്ള സിനിമ. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ എല്ലാം റെഡിയാക്കി വരുന്ന സിനിമയാണ്. മെയ് 28-ന് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന സിനിമ. ഇതിൻ്റെ ആദ്യത്തെ ഫാൻ ഷോ തൃശ്ശൂരിൽ ജോസിൽ രാവിലെ 7 മണിക്ക് തുടങ്ങും. എന്തായാലും കാട്ടാളൊരു വൻ വിജയമാകട്ടെ. അതോടുകൂടി ആന്റണി പെപ്പയ്ക്കും അടുത്തൊരു കയറട്ടെ. അതുപോലെ തന്നെ ഷെരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് അടുത്ത പടത്തിനും വിജയാശംസകൾ.